മോളെ പ്ലീസ്, ഈ അച്ഛൻ്റെ മാനം നീ രക്ഷിക്കണം. കൺമുമ്പിൽ കൈ കൂപ്പി നിൽക്കുന്നത് സ്വന്തം അച്ഛനാണ്. അവളുടെ കണ്ണുകൾ കൂർത്തു വന്നു. പേരറിയാത്ത എന്തെല്ലാമോ വികാരങ്ങൾ അവളുടെ മുഖത്ത് മിന്നിമാഞ്ഞു. എന്താണ് പറയുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ അച്ഛന്? അല്ലെങ്കിൽ തന്നെ പരസ്പരം അറിയാതെ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ഒരാളെ വിവാഹം കഴിക്കണമെന്ന് എത്ര എളുപ്പത്തിലാണ് അച്ഛൻ പറയുന്നത്, അതും ഈ അവസാന നിമിഷം. മോളെ, ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുൻപിൽ അച്ഛൻ നാണം കെട്ടി നിൽക്കുന്നത് നിനക്ക് കാണണോ? അതാണോ നിന്റെ ആഗ്രഹം? അല്പം ശബ്ദമുയർത്തി അമ്മ അത് പറയുമ്പോൾ വിശ്വാസം വരാത്ത പോലെ അവരെ നോക്കി നിന്ന് പോയവൾ. അച്ഛൻ്റെ അഭിമാനമാണോ, എൻ്റെ ജീവിതമാണോ അമ്മയ്ക്ക് വലുത്? അവളുടെ ആ ചോദ്യത്തിന് മുൻപിൽ ഉത്തരം മുട്ടിപ്പോയിരുന്നവർക്ക് മേലെടുത്തെ ചന്ദ്രശേഖരനും ഭാര്യ വസുതിക്കും മക്കൾ 3. ഏറ്റവും മൂത്തത് ചാന്ദിനി എന്നറിയപ്പെടുന്ന ചന്തു. ആളൊരു ഗൈനക്കോളജിസ്റ്റാണ്. അവളുടെ വിവാഹമായിരുന്നു ഇന്ന് നടക്കേണ്ടിയിരുന്നത്. രണ്ടാമത്തവൾ ചിന്മയി. എല്ലാവരും സ്നേഹത്തോടെ ചിന്നു എന്ന് വിളിക്കും. മൂന്നാമത് ഒരു മകനാണ്. ഏറെ നേർച്ചയും കാഴ്ചയും വെച്ച് കാത്തിരുന്ന് കിട്ടി. അവനെ വസിഷ്ഠെന്നാണ് പേരിട്ടിരിക്കുന്നത്. വസു, എല്ലാവരുടെയും വസു. ചിന്നു BSc നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. വസിഷ്ഠ +2. ആ നാട്ടിലെ അറിയപ്പെടുന്നൊരു കുടുംബമാണ് മേലെടുത്ത്. മേലെടുത്തെ ചന്ദ്രശേഖരൻ ആളൊരു ഗൾഫുകാരനാണ്. ഗൾഫിലെ നീണ്ട 20 വർഷത്തെ ബിസിനസ് ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിലായിട്ട് 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഭാര്യ വസുധ വീട്ടമ്മയും. ഗൾഫിൽ ചന്ദ്രശേഖരൻ്റെ പാർട്ട്ണറായിരുന്ന അനന്ത പത്മനാഭൻ്റെ ഒരേയൊരു മകനും സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ MDയുമായ ഡോക്ടർ വൈഫവാണ് വരൻ. അതിരാവിലെ ബ്യൂട്ടി പാർലറിൽ ഒരുങ്ങാൻ പോയ ചാന്ദിനി സമയമേറെ കഴിഞ്ഞിട്ടും മടങ്ങിയെത്തിയില്ല. ബ്യൂട്ടി പാർലറിൽ അന്വേഷിച്ച് ചെന്നെങ്കിലും അവൾ അവിടെ ചെന്നിട്ടില്ല എന്നൊരു വിവരമാണ് അവർക്ക് ലഭിച്ചത്. ചാന്ദിനിയുടെ മുറി പരിശോധിച്ചപ്പോൾ അവൾക്കായി വാങ്ങിയ സ്വർണവും അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്വർണവും വിവാഹത്തിനായി വാങ്ങിയ വസ്ത്രവും ഒപ്പം ഒരെഴുത്തും മാത്രമാണ് അവൾക്ക് കണ്ടെത്താനായത്. അതിലിങ്ങനെ എഴുതിയിരുന്നു: ഞാൻ പോവാണ്, ആളെ നിങ്ങളറിയും. കാല് പിടിച്ച് പറഞ്ഞതല്ലേ, ആൽബിനെ അല്ലാതെ മറ്റൊരാളെ ആ സ്ഥാനത്ത് എനിക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ലെന്ന്. ഞാൻ ആൽബിനൊപ്പം തന്നെയാണ് പോകുന്നത്. 2 ദിവസം മുൻപ് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. ഞങ്ങളെ തേടി ആരും വരണമെന്നില്ല. എവിടെയെങ്കിലും പോയി ഞങ്ങൾ ജീവിച്ചോളാം. ഉപദ്രവിക്കരുത് പ്ലീസ്. ഇത്രയുമായിരുന്നു എഴുത്തിലുണ്ടായിരുന്നത്. മുഹൂർത്തത്തിന് ഇനിയും 1 മണിക്കൂർ മാത്രമാണ് ബാക്കി. ചെക്കൻ കൂട്ടർ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു എന്നൊരു കോള് ചന്ദ്രശേഖരനെ തേടിയെത്തി. പരിഭ്രമിച്ച് നിൽക്കുകയാണ് അയാൾ. അനന്ത പത്മനാഭനോട് എന്തു പറയും നമ്മൾ? ഏറെ നേരത്തെ ആലോചനകൾക്ക് ശേഷം വസുതയാണത് ചോദിച്ചത്. അത് കുഴപ്പമില്ല, അവന് എൻ്റെ മകൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ചാന്ദിനി ആയാലും ചിന്മയി ആയാലും അവന് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ അവൻ്റെ മോൻ, ആ ചെക്കൻ എന്തു പറയുമെന്നാണ്. എന്തായാലും വരുന്നിടത്ത് വെച്ച് നോക്കാം. ചന്ദ്രശേഖരന് 2 സഹോദരിമാരാണ്. അവർക്ക് 2 പേർക്കും ഓരോരോ ആൺമക്കൾ. ഓഡിറ്റോറിയത്തിൻ്റെ ഗ്രീൻ റൂമിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും വലിയ ചർച്ചയിലാണ്. എല്ലാ കണ്ണുകളും ചിന്മയിലേക്ക് നോട്ടമെയ്ത് നിൽക്കുകയാണ്. ചിന്നു, എന്താണ് നിൻ്റെ തീരുമാനം? ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയല്ലേ? ചന്ദ്രശേഖരൻ്റെ മൂത്ത പെങ്ങളുടെ മകൻ ശ്രാവണായിരുന്നത് ചോദിച്ചത്. ഞാൻ ഇത്രയും നേരം എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് പറഞ്ഞിട്ടും ശ്രീയേട്ടന് മനസ്സിലായില്ലേ? ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണവൾ. ചേച്ചി ചെയ്ത തെറ്റിന് ഞാൻ ഇതിന് ബലിയാടാവണം? അവളുടെ ചോദ്യം ന്യായമാണെങ്കിലും തൽക്കാലം കുടുംബത്തിൻ്റെ മാനം രക്ഷിച്ചേ പറ്റൂ എന്ന നിലപാടിൽ ഒറ്റക്കെട്ടായി ഉറച്ചു നിൽക്കുകയാണ് കുടുംബക്കാരെല്ലാവരും. മേലെടുത്ത ആദ്യത്തെ വിവാഹമാണ്. അതുകൊണ്ട് തന്നെ നാടടിച്ച് ക്ഷണിച്ചിട്ടുണ്ട്. ഏകദേശം 3000 പേരോളം വന്നു കഴിഞ്ഞു. ഇനിയും വന്നുകൊണ്ടിരിക്കുവാണ് ആളുകൾ. മോളെ, നമ്മൾ ക്ഷണിച്ചിട്ട് ഇവിടെ എത്തിച്ചേർന്നവരോട് നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ? നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം.
അങ്ങനെ ഒരുപാടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയാണ് നിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനവും. ചന്ദ്രശേഖരൻ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അയാളുടെ ഉള്ളം കൈക്കുള്ളിലിരുന്ന് അവളുടെ കൈകൾ വിറച്ചു. സമ്മതിക്കുമോളെ. പിന്നെയും അയാളുടെ ഇടറിയ സ്വരം. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. നമ്മൾ വിളിച്ചു വരുത്തിയവരോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ അതിനേക്കാളേറെ ഉത്തരവാദിത്വം വേണ്ടത് ജനിപ്പിച്ച മകളോടല്ലേ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? മതി, നിർത്തിക്കൊന്നിൻ്റെ അധിക പ്രസംഗം. എന്നിട്ട് അച്ഛൻ പറയുന്നത് അനുസരിക്കാൻ നോക്ക്. ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വസുധയുടെ സ്വരം അവിടെ വീണ്ടും ഉയർന്നു കേട്ടു. ചന്ദ്രശേഖരൻ്റെ കൈക്കുള്ളിലിരുന്ന് ചിന്മയുടെ വിരലുകൾ വേദനിക്കാൻ തുടങ്ങി. അയാളുടെ കണ്ണിൽ മറ്റൊരു ഭാവം. ജനിപ്പിക്കാൻ അറിയാമെങ്കിൽ നിന്നെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് എനിക്കറിയാം. പറഞ്ഞതനുസരിച്ച് 1 മണിക്കൂറിനുള്ളിൽ വിവാഹ പന്തലിലെത്തിയാൽ നിനക്ക് കൊള്ളാം. അതെല്ലാം മറിച്ചാണെങ്കിൽ. വസുധേ, താക്കീതുപോലെ ചിന്മയോടത് പറഞ്ഞുകൊണ്ട് അയാളൊരു അലർച്ചയോടെ വസുധയെ വിളിച്ചതും ചിന്മയും വസുധയും ഒരുപോലെ ഞെട്ടിപ്പോയി. പെട്ടെന്ന് മാറിയ അച്ഛൻ്റെ ഭാവം അതുകണ്ട് പകച്ചു നിൽക്കുവാണ് ചിന്മയി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഭാവം. ചിലപ്പോൾ ചേച്ചി ചെയ്തതിൻ്റെ ഫലമാകാം ഇതൊക്കെയെന്ന് അവൾ ഓർത്തു. ചിന്മയ്ക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ചന്ദ്രശേഖരൻ ആദ്യമായി ഗൾഫിൽ പോകുന്നത്. 4 വർഷം മുൻപ് അയാളെല്ലാം അവസാനിപ്പിച്ചു. മടങ്ങിയെത്തിയപ്പോഴേക്കും അവൾ നഴ്സിംഗ് പഠിക്കാൻ ബാംഗ്ലൂരിലേക്ക് വന്നു കഴിഞ്ഞു. വല്ലപ്പോഴും ലീവിന് വരുന്ന സ്നേഹനിധിയായ അച്ഛനെ മാത്രം കണ്ട് വളർന്നവൾക്ക് അയാളുടെ ഈ ഭാവം അന്യമായിരുന്നു. ജീവിതം കീഴ്മേൽ മറിയാൻ പോകുന്നത് പോലൊരു തോന്നൽ അവളെ പൊതിഞ്ഞു. ഇതിനിടയിൽ തന്നെ അപ്പച്ചിയുടെ മറ്റൊരു മോൻ വീട്ടിൽ പോയി ചാന്ദിനിക്ക് വേണ്ടി വാങ്ങിയ സാരിയും ആഭരണങ്ങളും ഒക്കെ എടുത്തിട്ട് വന്നു. കാഴ്ചയിൽ ചിന്മയും ചാന്ദിനിയും ഏകദേശം ഒരുപോലെയുള്ള ശരീരപ്രകൃതമായതിനാൽ ഡ്രസ്സിലൊന്നും മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നില്ല. അപ്പച്ചിമാരും വസുധയും ചേർന്ന് അവളെ ഒരുക്കുമ്പോഴേക്കും, മുടിമെടഞ്ഞ് അതിലേക്ക് പൂവ് വയ്ക്കുമ്പോഴേക്കും അവളൊരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു. ചേച്ചി ചെയ്ത തെറ്റാണ്, പക്ഷെ അനുഭവിക്കേണ്ടി വന്നത് താനും, അവൾ മനസ്സിലോർത്തു. ഒട്ടൊരു നേരത്തെ ആലോചനയ്ക്കുള്ളിൽ അവളുടെ മുഖം തെളിഞ്ഞു. മുഖത്തൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അപ്പച്ചിമാരുടെ മുഖത്ത് പൂനില ഉദിച്ച സന്തോഷം. ദേ, ഇത്രയുള്ളൂ നാത്തൂനെ. മോളുടെ മുഖം തെളിഞ്ഞത് കണ്ടോ? ഒന്നിരുന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി ഏതാണ് നല്ലതെന്ന്. അല്ലേ മോളെ? അവളൊന്നും പറഞ്ഞില്ല. താലപ്പൊലിയുടെ അകമ്പടിയോടെ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ കാണികൾക്കിടയിൽ നിന്നും മുറുമുറുപ്പുകൾ ഉയർന്നു. ഒപ്പം മൂത്ത പെണ്ണ് ഒളിച്ചോടിയെന്ന വാർത്തയും പടർന്നു തുടങ്ങി. മണ്ഡപത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖത്തിന് മാറ്റമൊന്നുമില്ല. മുഖമുയർത്തി നോക്കാത്തതിനാൽ സത്യത്തിൽ പെണ്ണു മാറിയതൊന്നും അവൻ അറിഞ്ഞില്ല. അത്ര അടുത്തറിയാവുന്നവർക്ക് മാത്രമേ അവൻ്റെ താല്പര്യമില്ലായ്മ മനസ്സിലാവുന്നുള്ളൂ. കാരണം അനന്തപത്മനാഭൻ്റെ നിർബന്ധവും ഭാര്യ രാഗിണിയുടെ ആത്മഹത്യാ ഭീഷണിയും കാരണമാണ് അവൻ ഈ വിവാഹത്തിന് തയ്യാറായത് തന്നെ. പെണ്ണ് കാണാൻ വന്നപ്പോൾ അവൻ ചാന്ദിനിയെ ശരിക്കൊന്ന് കണ്ടിരുന്ന പോലുമില്ല. ചിന്മയ്ക്ക് ആ സമയത്ത് നഴ്സിംഗ് 3ാം വർഷ ഫൈനൽ പരീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ വൈഭവിനെ അവളും മുൻപ് കണ്ടിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പെണ്ണും ചെക്കനും മാതാപിതാക്കളുടെ ഭീഷണിക്ക് വഴങ്ങി വിവാഹം കഴിക്കുവാൻ തയ്യാറായവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കിരുവർക്കുമിടയിൽ പരസ്പരം സംസാരം പോലും ഉണ്ടായില്ല. സ്റ്റേജിലേക്ക് കയറിയ ചിന്മയുടെ മിഴികൾ ഒരു വേള അവനിലേക്ക് നീണ്ടു. ചുറ്റുമുള്ള കണ്ണുകളെല്ലാം അവരിലാണ്. ചിന്മയി നേരെ നടന്നു ചെന്നത് സ്റ്റേജിന് ഒരു വശത്തായി കേക്ക് കട്ടിങ്ങിനായി വെച്ച ടേബിളിലിരിക്കുന്ന മൈക്കിൻ്റെ അടുത്തേക്കാണ്. അവളുടെ ആ പ്രവൃത്തി അല്പം അത്ഭുതത്തോടെയാണ് സ്റ്റേജിൽ നിന്നവർ വീക്ഷിച്ചത്. എന്നാൽ ചന്ദ്രശേഖരൻ്റെയും വസുധയുടെയും ഉള്ളിൽ അകാരണമായൊരു ഭയം ഉരുണ്ടുകൂടി. അവൾ പാട്ട് പാടാനാവും മൈക്കെടുത്തതെന്ന് വിചാരിച്ചിരുന്ന കാണികൾക്ക് മുൻപിൽ അവൾ സംസാരിച്ചു തുടങ്ങി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവുമുണ്ട്. അപ്പോഴാണ് വൈഭവ് ശബ്ദം കേട്ട ഇടത്തേക്ക് നോക്കിയത്. അവൻ എന്തൊക്കെയോ പന്തികേട് തോന്നി തുടങ്ങി.
അവൾ തുടർന്നു. ഇന്ന് എൻ്റെ ഈ സ്ഥാനത്തുണ്ടാവേണ്ടിയിരുന്നത് എൻ്റെ ചേച്ചി ചാന്ദിനിയാണ്. ഇന്ന് രാവിലെയാണ് ചേച്ചിയെ കാണാതായത്. പിന്നീട് അറിഞ്ഞു ചേച്ചിക്ക് മറ്റൊരു പ്രണയമുണ്ടായിരുന്നുവെന്നും ചേച്ചി ആ ആൾക്കൊപ്പം ഇറങ്ങിപ്പോയതാണെന്നും. കുടുംബത്തിൻ്റെ അന്തസ്സ് രക്ഷിക്കാനായി എന്നോടെല്ലാവരും പറഞ്ഞു ചേച്ചിക്ക് പകരം ഞാൻ കതിർ മണ്ഡപത്തിൽ കയറണമെന്ന്. അവൾ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായതും ചന്ദ്രശേഖരൻ ഓടി അവൾക്കടുത്തേക്കടുത്തു. കാണികൾക്കിടയിൽ നിന്ന് ഒരു ബഹളമുണ്ടായി. മണ്ഡപത്തിലിരുന്ന വൈഭവ് ചാടി എഴുന്നേറ്റ് ചന്ദ്രശേഖരനെ തടഞ്ഞു. ആ കുട്ടിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം, അതിനുശേഷം മതി ബാക്കി എന്തും. തീർപ്പ് കൽപ്പിക്കും പോലെയുള്ള അവൻ്റെ ആ സ്വരത്തിൽ പിടിച്ചു കെട്ടിയതുപോലെ അയാൾ നിന്നു. നന്ദിയോടെ അവനെ നോക്കിക്കൊണ്ട് അവൾ തുടർന്നു. ഒരിക്കൽ പോലും പരസ്പരം സംസാരിക്കാതെ, പരസ്പരം മനസ്സിലാകാതെ, എന്തിനേറെ പറയുന്നു, ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ട് കൂടിയില്ലാത്ത ഒരാളുടെ താലിക്ക് മുൻപിൽ ഞാൻ ഇങ്ങനെ തലകുനിക്കും. കുടുംബത്തിൻ്റെ മാനം കാക്കാൻ എൻ്റെ ജീവിതം വെച്ചൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. ഒരുപാട് പ്രാവശ്യം അച്ഛനോടും അമ്മയോടും പറഞ്ഞു നോക്കി, പക്ഷെ ആർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് പൊതുമധ്യത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും മുൻപിൽ എനിക്കിങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ മാപ്പ് ചോദിക്കുന്നത് ഈ നിൽക്കുന്ന ഡോക്ടറോടാണ്. എൻ്റെ ചേച്ചി ചെയ്തൊരു തെറ്റിൻ്റെ പേരിൽ എൻ്റെ വീട്ടുകാരുടെ വാശി ഒന്നുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ ഇത്ര വരെ എത്തിയത്. ഡോക്ടർ എന്നോട് ക്ഷമിക്കണം. ഒപ്പം ഇവിടെ കൂടിയ ഓരോരുത്തരും. മൈക്ക് ടേബിളിൽ വെച്ച് കൈ കൂപ്പി തലകുനിച്ച് നിൽക്കുന്നവളുടെ കണ്ണിൽ നിന്നും ഇടത്തടവില്ലാതെ കണ്ണീരടർന്നു വീണു. അത്ര പ്രായമില്ലാത്തൊരു ചെക്കൻ, നന്നേ വെളുത്തിട്ടാണ്, അവളെപ്പോലെ തന്നെ. അവൻ ഓടിപ്പോയി അവളെ ആശ്വസിപ്പിച്ചു. വൈഫോ ഒരു നിമിഷം അവളെ തന്നെ നോക്കി. പെണ്ണ് കാണാൻ പോയ സമയത്ത് വീട്ടിൽ പറയുന്നതവൻ കേട്ടിട്ടുണ്ട്, പെണ്ണിനൊരു അനിയനും അനിയത്തിയും ഉണ്ടെന്ന്. അതവളുടെ അനിയനാകുമെന്ന് അവൻ മനസ്സിലോർത്തു. അപമാനഭാരം ആവോളം ഉണ്ടെങ്കിലും അവൻ അവളെ നോക്കി നിന്നുപോയി. ഇത്രയും ആളുകൾക്ക് മുൻപിൽ ഇങ്ങനെ പറയാനുള്ളൊരു ധൈര്യമുണ്ടായല്ലോ. അവളുടെ ബുദ്ധിപരമായ ഇടപെടൽ മൂലം രക്ഷപ്പെട്ടത് 2 പേരുടെ ജീവിതങ്ങളാണ്. ഒപ്പം സ്വന്തം അച്ഛനും അമ്മയ്ക്കും മുൻപിൽ ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് അർത്ഥസമ്മതം മൂളിയതോർത്ത് അവന് സ്വയം പുച്ഛം തോന്നി. ആത്മാഭിമാനമുള്ളൊരു പെണ്ണ് അവൻ മനസ്സിലോർത്തു. പിന്നൊട്ടും താമസിക്കാതെ രൂക്ഷമായി അവൻ്റെ അച്ഛനെയും അമ്മയെ നോക്കിക്കൊണ്ട് അവൻ വേഗം ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് നടന്നു. കൂടി നിന്നവർ ഓരോരുത്തരെയും പിരിഞ്ഞുപോയി. അവസാനത്തെ ആളും ഓഡിറ്റോറിയത്തിൽ നിന്ന് പോകാൻ കാത്തിരുന്നതുപോലെ ചന്ദ്രശേഖരൻ ഓടിപ്പാഞ്ഞ് ചിന്മയുടെ അടുത്തേക്ക് ചെന്നു. ആർക്കും തടയാൻ കഴിയാൻ മുമ്പ് അവളുടെ കവളിൽ അയാളുടെ കരങ്ങൾ പതിഞ്ഞു. കൺമുമ്പിൽ മിന്നലടിച്ചതുപോലെ ഒരു തോന്നൽ. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുൻപേ അവൾ നിലത്തേക്കിരുന്നു പോയി. അല്പനേരത്തെ മരവിപ്പിന് ശേഷമാണ് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായത്. അപ്പോഴേക്കും നിലത്തിരിക്കുന്നവളെ ആഞ്ഞു ചവിട്ടാനായി കാലം നീട്ടി വരുന്നവനെ ബന്ധുക്കളെല്ലാവരും ചേർന്ന് പിടിച്ചു വെച്ചു. അതേ നിമിഷമാണ് വൈഫ് ഓഡിറ്റോറിയത്തിലേക്ക് വന്നത്. അവനെ കണ്ടതും എല്ലാവരിലും ഒരു പകപ്പ് നിറഞ്ഞു. പക്ഷേ അവൻ്റെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് വെറും നിലത്തിരിക്കുന്ന ഒരുവളിലാണ്. അവനെ കണ്ടതും ആരോ പോയി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തി. മുഖം കുനിച്ച് നിൽക്കുന്നവളിൽ നിന്ന് അത്ര വലുതല്ലാത്ത ഏങ്ങലടികൾ ഉയർന്നു താണു. അവളുടെ മുഖത്തെ വിരൽപ്പാടിലേക്ക് അവരൊന്ന് സൂക്ഷിച്ചു നോക്കി. അടിയുടെ തീവ്രത അത്രയും വെളിവാകും പോലെ ചന്ദ്രശേഖരൻ്റെ വിരലുകൾ 5 അവളുടെ കവളിൽ പതിഞ്ഞിരുന്നു. അവനവളോട് പാവം തോന്നി. ആരെയും നോക്കാതെ മുഖം താഴ്ത്തി നിൽക്കുകയാണവൾ. നിശ്ചയത്തിന് നിങ്ങളിട്ട ബ്രേസ്ലെറ്റും വിവാഹമോതിരവും. ചുരുട്ടിപ്പിടിച്ച കയ്യവൻ ചന്ദ്രശേഖരന് നേരെ നീട്ടി. അയാളത് വാങ്ങിയതും പിന്നെ ആരെയും നോക്കാതെ അവൻ തിരിഞ്ഞു നടന്നു. അല്പദൂരം ചെന്നിട്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവൾ ഇപ്പോഴും ആ നിൽപ്പ് തുടരുകയാണ്. അവനവളോട് അലിവ് തോന്നിപ്പോയി. ഇന്നോളം ആരോടും തോന്നാത്ത എന്തോ ഒന്ന്. വേർതിരിച്ചാവാൻ അറിയാതെ
വേർതിരിച്ചറിയാനാവാത്തത്. ഒരു വേള അവളെ കൂടെ കൂട്ടിയാലോ എന്ന് പോലും അവന് തോന്നിപ്പോയി. ക്ഷണനേരം കൊണ്ട് അവൻ തലയൊന്നു കുടഞ്ഞു. അവളെ അടിയെല്ലാം വാങ്ങി കൂട്ടി നിൽക്കുന്നത് തന്നെ ഈ വിവാഹത്തിന് തീരെ താല്പര്യമില്ലാഞ്ഞിട്ടാണ്. ആ അവളെ കൂടെ കൂട്ടാൻ തോന്നിയ മനസാക്ഷിയോട് പോലും അവന് ദേഷ്യം തോന്നിപ്പോയി. ഒരിക്കൽ കൂടി അവളെയൊന്ന് നോക്കി തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സാഹചര്യം അല്പമൊന്ന് അയഞ്ഞു നിന്നപ്പോൾ ചിന്മയി തിരിഞ്ഞൊന്ന് വസുവിനെ നോക്കി. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോകും. കവളിൻ്റെ വേദന കൂടിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. തിരികെ വസുവിൻ്റെ ബൈക്കിന് പിന്നിലിരുന്ന് വീട്ടിലേക്ക് പോകുമ്പോഴും അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എങ്കിലും മനസ്സിൽ എന്തോ തീരുമാനം ചൊറപ്പിച്ചതുപോലെ അവളുടെ മുഖം കനത്തിരുന്നു. വീട്ടിലെത്തിയതും ഡ്രസ്സെല്ലാം മാറ്റി ജീൻസും ടോപ്പും എടുത്തിട്ട് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അതേപടി പാക്ക് ചെയ്തു. റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നവളെ അവിശ്വാസം നിറഞ്ഞ മുഖത്തോടെയാണ് വസു നോക്കിയത്. താഴെ എല്ലാവരും ഉണ്ട്. രഹസ്യം പോലെ അവനത് പറഞ്ഞതും അവൾ ചെറു ചിരിയോടെ ഒന്ന് തലകുലുക്കി. നീ എങ്ങോട്ടാ? വസുതയായിരുന്നത് ചോദിച്ചത്. ഞാൻ തിരികെ പോകുന്നു. തോന്നുമ്പോൾ പോകാനും വരാനും. ഇത് വഴിയമ്പലമല്ല, എൻ്റെ വീടാണ്. ചന്ദ്രശേഖരൻ്റെ സ്വരം വീണ്ടും ഉയർന്നു. അതല്ല, തന്നിഷ്ടത്തിന് പോകാനാ ഉദ്ദേശമെങ്കിൽ നിനക്ക് വേണ്ടി ഒരു ചില്ലി പൈസ ഞാൻ മുടക്കില്ല. അതിന് പഠിക്കാനാണെങ്കിലും മറ്റെന്തിനാണെങ്കിലും. ആ സംസാരത്തിൽ ഒരു ഞെട്ടൽ. എനിക്ക് സ്കോളർഷിപ്പുണ്ട്. പിന്നെ എൻ്റെ അത്യാവശ്യം ചിലവ് നടന്നു പോകുന്നത് എനിക്ക് പാർട്ട് ടൈം ജോലിയുമുണ്ട്. അമ്മയോട് ചോദിച്ചാൽ മതി. ഇന്നുവരെ എനിക്ക് തന്ന പോക്കറ്റ് മണി പൈസ കുറയാതെ ഞാൻ അമ്മയെ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ആഗ്രഹമായിരുന്നു നിങ്ങളുടെ ഒന്നും ഒരു രൂപ പോലും ചിലവാക്കാതെ ഈ കോഴ്സ് പഠിക്കണമെന്നത്. ഇപ്പോൾ തോന്നുന്നു ഞാൻ എടുത്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ഇതായിരുന്നുവെന്ന്. ഇനിയൊരു ചോദ്യത്തിനോ മറുപടിക്കോ ഉത്തരം കൊടുക്കാതെ ധൃതിയിലവൾ പുറത്തേക്കിറങ്ങി. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. പോകുംവഴി കടയിൽ നിന്നൊരു ചെറിയ കവർ ഐസും ഒരു മാസ്കും വാങ്ങി. ഹോസ്റ്റൽ റൂമിൽ ചെന്നതും അവളുടെ റൂംമേറ്റും ബെസ്റ്റ് ഫ്രണ്ടും കൂടിയായ സ്നേഹ അത്ഭുതപ്പെട്ടു. നീ എന്താ ഇത്ര നേരത്തെ? 1 വീക്ക് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നല്ലേ പറഞ്ഞത്? ചോദ്യഭാവത്തിൽ തന്നെ അവളെ നോക്കുന്നവളെ കണ്ണു നിറച്ചുകൊണ്ട് നോക്കി. വീണ്ടും അവൾ പറഞ്ഞു തുടങ്ങി. അതേതായാലും നന്നായി. അല്ലേ തന്നെ നിന്റെ വീട്ടുകാർക്ക് ബോധമില്ലേ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സ്നേഹയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? എല്ലാ പ്രശ്നങ്ങൾക്കും ശേഷമുള്ള ഒരു സായാഹ്നം. വൈഫോ വീട്ടിലേക്കുള്ള വഴിയാണ്. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു. അവൻ അത് ആൻസർ ചെയ്തു. ഹലോ, വൈഫോ അല്ലേ? അതെ, ഞാൻ ചാന്ദിനിയാണ്. സാറിനോട് ക്ഷമിക്കണം. ഒന്നും സാറിനെ അറിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചതാണ് സാറിനെ കാണാനും സത്യാവസ്ഥ പറയാനും. പക്ഷേ സാർ ക്ഷമിക്കണം. അല്പനേരത്തെ മൗനത്തിന് ശേഷമാണ് അവൻ സംസാരിച്ചു തുടങ്ങിയത്. ചാന്ദിനി ക്ഷമ പറയേണ്ടത് എന്നോടല്ല, തൻ്റെ സിസ്റ്റർ ചിന്മയോടാണ്. വിവാഹത്തിന് മുൻപേ വധു ഒളിച്ചോടിപ്പോയതിനു ശേഷം അവിടെ എന്തൊക്കെ നടന്നുവെന്ന് തനിക്കറിയോ? പിന്നെ ഒന്നും വിടാതെ അവൻ തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് അവൾ ഉടനെ തന്നെ ചിന്മയെ വിളിച്ചു. അവസാനഘട്ട പരീക്ഷകളുടെ തിരക്കിലായതിനാൽ അവൾ കുറച്ച് ദിവസമായി ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെയും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ചിന്മയിൽ നിന്നൊരു കോൾ ചാന്ദിനിയെ തേടി എത്തിയത്. എല്ലാം സംഭവിച്ചു പോയില്ലേ? ഇനി കരഞ്ഞിട്ടോ പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല. ചേച്ചി സന്തോഷമായിട്ടിരിക്കുക. ഇത്രമാത്രം പറഞ്ഞവൾ കോൾ അവസാനിപ്പിച്ചു. ചിന്മയുടെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ടും വന്നു. 2 മാസത്തിന് ശേഷമുള്ളൊരു പകൽ സ്നേഹയ്ക്കൊപ്പം ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ചിന്മയി. വളരെ അപ്രതീക്ഷിതമായി ഒരു കൂടിക്കാഴ്ച. ഫുഡ് കോർട്ടിലിരുന്ന് ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വൈഫോ. യാദൃശ്ചികമെന്ന് പറയട്ടെ, അവൻ എതിർവശത്തുള്ള ടേബിളിലാണ് ചിന്മയി ഇരുന്നത്. ഭക്ഷണം എല്ലാം കഴിച്ച് തിരിഞ്ഞിറങ്ങുമ്പോൾ ഇരുവരും തമ്മിൽ പരസ്പരം കണ്ടു.
ചിന്മയല്ലേ? ആ ചോദ്യം ചോദിച്ച് തനിക്കടുത്തേക്ക് വരുന്നവനെ അവൾക്ക് ഒറ്റ കാഴ്ചയും മനസ്സിലായി. വൈഫ്? അവളുടെ ചുണ്ടനങ്ങി. ആ, ഓർമ്മയുണ്ടല്ലേ? അതിനവളുടെ മറുപടി ഒരു ചിരിയായിരുന്നു. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഇത്? ഒപ്പം നിൽക്കുന്ന സ്നേഹയെ നോക്കി സംശയത്തോടെ അവൻ ചോദിച്ചു. ഫ്രണ്ടാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞോ? യെസ്, റിസൾട്ടും വന്നു. ജോയിൻ ചെയ്തോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ? നോ. സൺറൈസിൻ്റെ ബ്രാഞ്ചുണ്ട് ഇവിടെ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് ചെന്നാൽ മതി. അവളൊരു ചിരിയോടെ തലയാട്ടി. അന്ന് അവൻ്റെ വിസിറ്റിംഗ് കാർഡും അവൾക്ക് നൽകിയ ശേഷമാണ് അവർ തമ്മിൽ പിരിഞ്ഞത്. പിന്നീട് 1 മാസത്തിന് ശേഷം അവനെ തേടി അവളുടെ കോളെത്തി. സൺറൈസിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞെന്നും അവൾ സെലക്ട് ആയിയെന്നും പറഞ്ഞു. അന്നവൻ ട്രീറ്റൊക്കെ അവളോട് ചോദിച്ചിരുന്നു. പിന്നീട് ഒരിക്കൽ കൊടുക്കാമെന്ന് പറഞ്ഞ് അല്പനേരം സംസാരിച്ചിട്ട് അവർ ഫോൺ വെച്ചു. അവർക്കിടയിൽ നല്ലൊരു സൗഹൃദം ഉടലെടുക്കുകയായിരുന്നു അന്ന്. പിന്നീട് ഇടയ്ക്കൊക്കെ മെസ്സേജുകളിലൂടെയും മറ്റും ഇരുവരും കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. പരസ്പരം ഉള്ളിലൊരു പ്രണയം മുട്ടിടുന്നുണ്ടെന്ന് ഇരുവർക്കും മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൺറൈസ് ഹോസ്പിറ്റലിൽ നിന്നൊരു ക്യാമ്പ് വയനാട്ടിൽ സംഘടിപ്പിക്കുന്നത്. ഓരോ ബ്രാഞ്ചിൽ നിന്നും ഹോസ്പിറ്റലിനെ പ്രതിനിധീകരിച്ച് 3 നഴ്സുമാരും 2 ഡോക്ടേഴ്സും പോകാൻ തീരുമാനിച്ചു. ബാംഗ്ലൂർ ബ്രാഞ്ചിനെ പ്രതിനിധീകരിച്ച് ചിന്മയാണ് പോയത്. നാട്ടിലെ എറണാകുളം ബ്രാഞ്ചിനെ പ്രതിനിധീകരിച്ച് വൈഫവും ഉണ്ടായിരുന്നു. വയനാട്ടിൽ ആദിവാസി ഊരുകളിൽ പോയി അവരുടെ ചെക്കപ്പും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും എത്തിച്ചു കൊടുക്കണം. അതാണ് ക്യാമ്പിൻ്റെ ഉദ്ദേശം. എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും സൗമ്യവുമായിട്ടാണ് ചിന്മയി പെരുമാറിയത്. അങ്ങനെ ഒരാഴ്ചത്തെ ക്യാമ്പ് അവസാനിച്ചു. എല്ലാവരും മടങ്ങുന്ന ദിവസമാണെന്ന്. വെളുപ്പാങ്കാലത്തെ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് വൈഫ്. യാദർച്ഛികമായിട്ടാണ് തനിക്ക് എതിർവശത്തേക്ക് നടന്നു വരുന്ന ചിന്മയി അവൻ കണ്ടത്. എടോ, താനിതെവിടെ പോയതാ ഈ വെളുപ്പാങ്കാലത്ത്? ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. ഞാൻ എന്നും പോകാറുണ്ടായിരുന്നു, പക്ഷെ ഡോക്ടറെ കാണാറില്ലെന്ന് മാത്രം. ഓ, അത്രയ്ക്കിഷ്ടമാണോ നടക്കാൻ പോണത്? ഏയ്, ഡ്യൂട്ടി ഉള്ളപ്പോൾ ഞാനങ്ങനെ പോവില്ല. ഇതിപ്പോൾ ഈ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ നല്ല രസമല്ലേ? മരച്ചില്ലകൾക്കിടയിലൂടെ കടന്നു വരുന്ന സൂര്യപ്രകാശം, വണ്ടിൻ്റെ മുകളിലും പേരറിയാത്ത ഏതൊക്കെയോ കിളികളുടെ കരച്ചിലും, പിന്നൊരു നിമിഷം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഈ കാടും. അവൾ വല്ലാത്ത വാചാലയായി. അവളുടെ കണ്ണിൽ നിറയുന്ന അത്ഭുതത്തെ വല്ലാത്തൊരു പ്രണയത്തോടെ അവൻ നോക്കി. നമുക്കൊന്ന് നടന്നാലോ? തൻ്റെ പ്രണയം ഇനിയും അവളോട് പറഞ്ഞില്ലെങ്കിൽ അതിങ്ങനെ ഉള്ളിലിരുന്ന് വിങ്ങിപ്പൊട്ടുമെന്ന അവസ്ഥയിലായിരുന്നു അവൻ. ഏറെ ദൂരം പരസ്പരം ഒന്നും മിണ്ടാതെ നടന്നവർ. എടോ, ഞാനൊരു കാര്യം പറയട്ടെ? എന്താ ഡോക്ടർ? അധികം വളച്ചുകെട്ടി പറയാനൊന്നും എനിക്കറിയില്ല. ഉള്ള കാര്യം തുറന്നു പറയാലോ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇഷ്ടം മീൻസ് ലവ്. വിവാഹം കഴിച്ച് കൂടെ കൂട്ടാനുള്ള അത്രയും ഇഷ്ടം. താൻ എനിക്കൊരു മറുപടി തരണം. പെട്ടെന്ന് അവൾക്ക് എന്തു പറയണമെന്നറിയില്ല. ആകെ കൂടി ഒരങ്കലാപ്പ്, വെപ്രാളം. പെണ്ണിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. ഡോ, താൻ ആലോചിച്ചു പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു, അത്രയേ ഉള്ളൂ. വൈഫുവിൻ്റെ ശബ്ദം വീണ്ടും അവളുടെ കാതുകളിൽ മുഴങ്ങി. അവളുടെ മുഖത്തും കഴുത്തിലും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അത് പിന്നെ ഞാൻ... വാക്കുകൾ ഇടറുമ്പോൾ അവളുടെ മുഖം വെറുതെ എന്തിനോ വിറകൊണ്ടു. എടോ, താൻ ഇത്രയ്ക്ക് നെർവസ് ആവേണ്ട കാര്യമില്ല. കൂൾ. അവൻ അവളുടെ തോളിൽ തട്ടി. ഐ നോ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും ഡൈജസ്റ്റായി വരാൻ സമയമെടുക്കും. താൻ സമയമെടുത്ത് ആലോചിച്ച് ഒരു മറുപടി തന്നാൽ മതി. എനിക്ക് തന്നെയെന്ന് ആ മണ്ഡപത്തിൽ വെച്ച് കൂടെ കൂട്ടണമെന്ന് തോന്നിയതാ. അന്ന് ആ തോന്നലിന് പിന്നിൽ വെറും സഹതാപം മാത്രമായിരുന്നു. കാരണം തൻ്റെ അന്നത്തെ ആ അവസ്ഥ. പക്ഷെ പിന്നീട് ഒരുപാട് രാത്രികളിൽ അന്ന് കണ്ണു നിറച്ച് താൻ നിന്ന ആ നിൽപ്പ് അതിൻ്റെ ഉറക്കം കെടുത്തി.
പിന്നീട് ഒരുപാട് അന്വേഷിച്ചു തന്നെപ്പറ്റി. അപ്പോഴറിഞ്ഞു ബാംഗ്ലൂരിലുണ്ടെന്ന്. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടാലും തൻ്റെ കോളേജൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഞാനൊരു സത്യം പറയട്ടെ, ഇത്ര നേരം കേട്ട കാര്യങ്ങളുടെ ഞെട്ടലിൽ നിൽക്കുകയായിരുന്നു അവൾ. അപ്പോഴാണ് അവളോടായി അവൻ്റെ ചോദ്യം. യാന്ത്രികമായി അവൾ തല കുലുക്കുമ്പോഴേക്കും അവൻ വീണ്ടും തുടർന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർ വരാറുണ്ടായിരുന്നു തന്നെ കാണാൻ. എന്തോ താനുള്ള നഗരത്തിനോട് എനിക്കൊരു തരം പ്രണയമായിരുന്നു. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണവൾ. തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളോ? ആ ചിന്തയിൽ പോലും അവളുടെ മുഖം ചുവന്നു. മൂക്കിൻ തുമ്പിൽ വിയർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ചു. മുഖത്തെ ചുവപ്പ് മറിക്കാൻ അവൾ നന്നായി തല കുനിച്ചു പിടിച്ചു നിന്നു. ചൂണ്ടുവിരലാൽ അവൻ ആ തല മെല്ലെ ഉയർത്തുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാത്ത വിധം അവൾ കണ്ണുകൾ ഇറുക്കിയടിച്ച കൺപോളകൾക്ക് മുകളിൽ അനുഭവപ്പെട്ട അവൻ്റെ അധരങ്ങളുടെ ചൂടാണ് കണ്ണു തുറക്കാൻ അവളെ പ്രേരിപ്പിച്ചത്. അന്നത്തെ ആ ക്യാമ്പിന് ശേഷം പിന്നെയും പലയിടങ്ങളിൽ വെച്ച് അവർ കണ്ടുമുട്ടി. വിവാഹത്തിൻ്റെ കാര്യം ആദ്യം വീട്ടിൽ അവതരിപ്പിച്ചത് വൈഭവാണ്. വധു ആരാണെന്ന് അറിഞ്ഞപ്പോഴായിരുന്നു എല്ലാവരുടെയും ഞെട്ടൽ പൂർണ്ണമായത്. എങ്കിലും വിവാഹമേ വേണ്ടാന്ന് വെച്ചവൻ ഒരിഷ്ടം പറഞ്ഞപ്പോൾ പൂർണ്ണ സമ്മതമായിരുന്നു. അവിടെ എല്ലാവർക്കും. ചിന്മയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കാരണം ഒരിക്കൽ അവരായി അവനെ കണ്ടുപിടിച്ചു കൊടുത്തപ്പോൾ വേണ്ടെന്ന് പറഞ്ഞവൾ അവനെ തന്നെ പോയി പ്രേമിച്ചെന്നും പറഞ്ഞ് കസിൻസ് എല്ലാവരും ചേർന്ന് അവളെ കളിയാക്കി കൊന്നു. പക്ഷെ അവളെ അമ്പരപ്പിച്ചത് അച്ഛൻ്റെ മൗനമായിരുന്നു. കാരണം അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നീട് അവർക്കിടയിൽ അത്ര നല്ല സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവൾ അവൻ്റെ കാര്യം ചന്ദ്രശേഖരനോട് പറഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലോടെ അയാൾ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. നീ അച്ഛനോട് ക്ഷമിക്കില്ലേ എന്ന് ചോദിച്ച് അദ്ദേഹം ഒരുപാട് തവണ വിങ്ങിക്കരഞ്ഞു. അന്ന് എൻ്റെ മനസ്സിൽ എല്ലാവരുടെയും മുൻപിൽ തല ഉയർത്തി നിൽക്കണമെന്ന് വാശിയായിരുന്നു. അതിനിടയിൽ നിന്റെ മനസ്സ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. കണ്ണ് നിറച്ചുകൊണ്ട് പറയുന്ന അച്ഛൻ്റെ ദേഹത്തേക്ക് ചേർന്ന് നിന്നപ്പോൾ അവളും കരഞ്ഞുപോയി. ഇതിലും വലിയൊരു തെറ്റാണ് ഞാൻ എൻ്റെ മൂത്ത മോളോട് ചെയ്തത്, അതും അഭിനയത്തിൻ്റെ പേരിൽ. നിന്റെ കല്യാണത്തിന് മുൻപ് അവളെയും വിളിക്കണം വീട്ടിലേക്ക്. എനിക്ക് അവളോട് ക്ഷമ ചോദിക്കണം. അന്ന് ഞാൻ അവളുടെ ഇഷ്ടം നടത്തി കൊടുത്തിരുന്നെങ്കിൽ ഇന്നവൾ എൻ്റെ കൺമുമ്പിൽ കണ്ടേനെ. അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ, നമുക്ക് ചേച്ചിയെ വിളിച്ച് സംസാരിക്കാം. ചേച്ചിയോടും ചേട്ടനോടും ഇങ്ങോട്ട് വരാനും പറയാം. അത് പറഞ്ഞവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതും വസുതയും ഉണ്ടായിരുന്നു. കണ്ണ് നിറച്ചുകൊണ്ട് എല്ലാം കേട്ടു. അച്ഛൻ എന്താണമ്മ പറ്റിയത്? വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. ചേച്ചിയും ചേട്ടനെയും തിരികെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. എനിക്കെന്ത് സന്തോഷമായിരുന്നു. പുറംകൈ കൊണ്ട് കണ്ണീര് തുടച്ച് സന്തോഷത്തോടെ പറയുന്നവളെ നോക്കി ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ വസുത നിന്നുപോയി. അത് പിന്നെ കുറച്ച് ദിവസം മുൻപ് അച്ഛനൊന്ന് വയ്യാതായി. എന്താണമ്മേ അച്ഛന് പറ്റിയത്? എന്നിട്ടെന്താ ഞങ്ങളോടൊന്നും പറയാഞ്ഞത്? അത് പിന്നെ നിന്റെ പരീക്ഷയുടെ സമയത്തായിരുന്നു. അച്ഛൻ തന്നെ പറഞ്ഞത് നിങ്ങളെ ഒന്നും അറിയിക്കണ്ട, നിങ്ങൾ പേടിക്കുമെന്ന്. എന്നാലും അച്ഛൻ എന്താ പറ്റിയത്? ചെറിയൊരു നെഞ്ചുവേദന. അപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞത് ബ്ലോക്ക് ഉണ്ടെന്നാണ്. പക്ഷെ തുടക്കമായോണ്ട് മരുന്നുകൾ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. നീ വിഷമിക്കണ്ട മോളെ. ചന്ദ്രശേഖരൻ്റെ വയ്യായ്ക്ക് കൂടി കണക്കിലെടുത്ത് കല്യാണം അധികം നീട്ടി വെക്കേണ്ട എന്നാണ് എല്ലാവരുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെ 1 മാസത്തിനകത്ത് വരുന്ന ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ വിവാഹം തീരുമാനിച്ചു. വിവാഹത്തിന് ചന്ദ്രശേഖരൻ നേരിട്ട് ചാന്ദിനിയെയും ആൽബിനെയും ക്ഷണിച്ചു. സർവാഭരണ വിഭൂഷിതയായി വൈഭവിൻ്റെ താലിക്ക് മുൻപിൽ തലകുനിക്കുമ്പോൾ നിർഗയിലവൻ ചാർത്തിക്കൊടുത്ത സിന്ദൂരം പോലെ അവളുടെ കവിളുകളും ചുവന്നു പോയിരുന്നു. വലതുകാൽ വെച്ച് ആ വീടിൻ്റെ മഹാലക്ഷ്മിയായി അവൾ നടന്നു കയറി. അത്യാവശ്യം വലിപ്പമേറിയ ഒരു മുറിയായിരുന്നു അവൻ്റേത്. മുറിയുടെ തെക്കുവശത്തെ വളരെ വലിപ്പമേറിയ ജനൽപ്പാളികൾ ഒന്നിപ്പിടിച്ച് നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽവയലിലേക്ക്
കണ്ണയച്ച് നിൽക്കുകയാണവൾ. പെട്ടെന്നാണ് പിന്നിലൂടെ വന്ന് 2 കൈകൾ അവളെ പൊതിഞ്ഞത്. തിരിഞ്ഞു നോക്കാതെ തന്നെ ആളെ മനസ്സിലായെങ്കിലും എന്തിനോ വേണ്ടി അവളുടെ മിഴിയണകൾ കൂമ്പി അടഞ്ഞുപോയി. അത് മനസ്സിലാക്കി എന്നോണം അവൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളുമായി അമർന്നു. ആ രാത്രി അവരുടേത് മാത്രമായിരുന്നു. വിവാഹത്തിന് ശേഷം 1 മാസം കഴിഞ്ഞാണ് ഇരുവരും ജോലിക്ക് പോയി തുടങ്ങിയത്. ചിന്മയി അപ്പോഴേക്കും ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി. പിന്നീട് അവർ ഒന്നിച്ചാണ് ജോലിക്ക് പോക്കും വരവും. അങ്ങനെ ഒരു ദിവസം ചിന്മയ്ക്ക് ICU ഡ്യൂട്ടിയാണ്. അപ്പോഴാണ് ഒപ്പം ജോലി ചെയ്ത ജോമോൾ അവളോട് വന്ന് പറയുന്നത് അവൾക്കൊരു വിസിറ്റർ ഉണ്ടെന്ന്. ഇതാദ്യമായിട്ടാണ് അവളെ അന്വേഷിച്ച് ഒരാൾ ആശുപത്രി വരുന്നത്. റിസപ്ഷൻ അടുത്തുള്ള വിസിറ്റർ റൂമിൽ അവൾ ചെന്നെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൾ നേരെ റിസപ്ഷനിലിരിക്കുന്ന അശ്വതിക്ക് അടുത്തേക്ക് ചെന്നു. അശ്വതി, എന്നെ കാണാൻ ആരെങ്കിലും വന്നോ? അതെ, തന്നെ കാണാൻ ഒരു സ്ത്രീ വന്നു. കുറേ നേരം വെയിറ്റ് ചെയ്ത് തന്നെ കാണാതായപ്പോൾ ഈ കവർ തനിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു പോയി. അവളുടെ കയ്യിലേക്ക് അത്ര ഭാരമില്ലാത്തൊരു കവർ ഏൽപ്പിച്ചുകൊണ്ടാണ് റിസപ്ഷനിസ്റ്റ് അശ്വതി അത് പറഞ്ഞത്. ഓക്കെ. കയ്യിൽ കരുതിയ കവറും കൊണ്ട് അവൾ ക്യാൻറ്റീനിലേക്കാണ് പോയത്. കവർ തുറന്ന് അതിലേക്ക് നോക്കിയവളുടെ മുഖം വിവരണമായി. 4-5 ഫോട്ടോസായിരുന്നു അതിൽ. അതെല്ലാം വൈഫവും അവൻ്റെ PA രഞ്ജിനിയുമായിട്ടുള്ളത്. ചിന്മയ്ക്ക് അവളുടെ കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി. ക്യാൻറ്റീനിലെ ടേബിളിൻ്റെ മുകളിലിരുന്ന് ജഗ്ഗിൽ നിന്ന് അല്പം വെള്ളം കുടിച്ചപ്പോഴാണ് അവൾക്ക് ആശ്വാസം തോന്നിയത്. കണ്ണീര് വന്ന് കാഴ്ച മറയുമെന്നായപ്പോൾ അവൾ ഹാഫ് ഡേ ലീവ് എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. പകൽ സമയമായതിനാൽ വീട്ടിൽ ജോലിക്കാരി മാത്രമേ ഉള്ളായിരുന്നു. വൈഫുവിൻ്റെ അച്ഛൻ ആ സമയം തടിമില്ലിലായിരുന്നു. അമ്മ കോളേജ് പ്രൊഫസർ. അതുകൊണ്ട് ആരും ആ വീട്ടിലില്ല. അവൾ കുറച്ച് ചൂടുവെള്ളം കുടിച്ച് നേരെ കയറി കിടന്നു. തല വെട്ടിപ്പൊളയുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ വൈഫുവിനോടൊന്നും പറയാനും അവൾ നിന്നില്ല. വൈകുന്നേരം ഉറങ്ങി എണീക്കുമ്പോൾ മണി 5 കഴിഞ്ഞു. അപ്പോഴാണ് അവൾ ഫോണെടുത്ത് നോക്കിയത്. ഫോണിൽ വൈഫുവിൻ്റെ കുറേയേറെ മിസ്ഡ് കോൾസ്. അവനെ തിരിച്ചു വിളിക്കാൻ അവൾക്ക് ഭയം തോന്നി. അതേസമയം എന്നും ഇറങ്ങുന്ന സമയം കഴിഞ്ഞിട്ടും ചിന്മയെ കാണാതെ പാർക്കിങ്ങിൽ അക്ഷമനായി നിൽക്കുവാണ് വൈഫ്. ഒടുക്കം ക്ഷമ നശിച്ച് അവൻ റിസപ്ഷനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവൾ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോയെന്ന്. അവൻ വീട്ടിൽ വരുമ്പോൾ അവൾ പാതി മയക്കത്തിലാണ്. നെറ്റിക്ക് അനുഭവപ്പെട്ട അവൻ്റെ കൈച്ചൂടാണ് അവളെ ഉണർത്തിയത്. എന്തു പറ്റിയിടും? വയ്യേ? ആകുലത നിറഞ്ഞ അവൻ്റെ സ്വരം. എന്നാൽ അവൾ അവൻ്റെ മുഖത്ത് തന്നെ നോക്കി. അവൻ്റെ ഭാവങ്ങളെ സാഗൂതം വീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു. അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എടോ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവൻ ഒന്നുകൂടി അവളെ കുലുക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവൾ സ്വപ്നത്തിൽ നിന്നതുപോലെ ഉണർന്നു. എന്താ ചോദിച്ചത്? താൻ ഓക്കെ അല്ലേന്ന്? അതെ. താനെന്താ വല്ലാതിരിക്കുന്നത്? ചോദിക്കുന്നതിനൊപ്പം അവളുടെ നെറ്റിയിലും കഴുത്തിലും എല്ലാം തൊട്ടു നോക്കുന്നുണ്ടവൻ. തലവേദനയുണ്ടോ? ചെറുതായിട്ട്. പീരിയഡ്സ് ആണോ? അവളുടെ വയറിൽ കൈവച്ച് അവൻ ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് അങ്ങനൊരു കാര്യത്തെപ്പറ്റി പോലും അവൾ ഓർക്കുന്നത്. പീരിയഡ്സ്? അതൊക്കെ തെറ്റിയിട്ട് മാസമൊന്നും കഴിഞ്ഞല്ലോ എന്ന് അവൾ ഓർത്തു. അല്ല. 2 വാക്കിൽ അവനുള്ള മറുപടി കൊടുത്തവൾ. ഓക്കെ, എങ്കിൽ താൻ റെസ്റ്റ് എടുക്ക്. ഞാനൊന്ന് ഫ്രഷായിട്ട് നമുക്ക് താഴെ പോയി കോഫി കുടിക്കാം. അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ ബാത്റൂമിലേക്ക് നടന്നു. അവൾക്ക് നെഞ്ചിലൊരു ഭാരം തിങ്ങി നിറയും പോലെ തോന്നി. അവളുടെ കൈകൾ ഉദരത്തെ പൊതിഞ്ഞു. കുറച്ച് സമയത്തേക്ക് മറ്റെല്ലാം അവൾ മറന്നു പോയിരുന്നു. അവൾക്ക് ഉറപ്പായി ഉള്ളിലൊരു ജീവൻ തുടിക്കുന്നുണ്ട്. പുറകോട്ടൊന്ന് ചിന്തിച്ചപ്പോൾ ലക്ഷണങ്ങളെല്ലാം അത് ഊട്ടി ഉറപ്പിക്കും പോലെയാണ്. വൈഭവിന് ശേഷം ബാത്റൂമിൽ ഫ്രഷ് ആവാൻ കയറിയപ്പോൾ അവളുടെ കയ്യിലൊരു പ്രഗ്നൻസി കിറ്റ് ഉണ്ടായിരുന്നു. തെളിഞ്ഞു വന്ന 2 കുഞ്ഞി ചുവന്ന വരകൾ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വൈഭവിനോട് പറയാനാഞ്ഞെങ്കിലും എന്തോ ഒന്ന് അവളെ പിന്നോട്ട് വലിച്ചു. കുളിച്ചിറങ്ങുമ്പോൾ വൈഭവ് റൂമിലുണ്ടായിരുന്നില്ല. അവൾ വീണ്ടും ആ ഫോട്ടോസ് എടുത്ത് നോക്കി. വൈഭവും രഞ്ജിതയും പല സ്ഥലങ്ങളിൽ വെച്ചുള്ളത്. ബീച്ചും കോഫി ഷോപ്പും
ഹോസ്പിറ്റലും ഷോപ്പിംഗ് മാളും. വൈഭവിനൊപ്പം അങ്ങനൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ആഴത്തിൽ താൻ അവനെ പ്രണയിച്ചെന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് അവൾക്ക് ശരിക്കും മനസ്സിലായത്. അവൻ അങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പോലും അവൾക്ക് കഴിയുമായിരുന്നില്ല. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. ഒന്നുകിൽ CCTV വിഷ്വൽസ് ചെക്ക് ചെയ്യണം. അതുമല്ലെങ്കിൽ അശ്വതിയോട് ചോദിച്ച് ഇത് കൊണ്ടുകൊടുത്തവരാരാണെന്ന് കണ്ടുപിടിക്കണം. അവൾ അതും ചിന്തിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി വൈഭവ് മുകളിലേക്ക് വന്നത്. താനെന്താ വരാഞ്ഞത്? ഞാൻ വരുവാ. കയ്യിലെ കവർ ധൃതിയിൽ പുറകിലേക്ക് മറച്ചു പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നവളെ അവൻ സംശയത്തോടെ നോക്കി. എന്താ തൻ്റെ കയ്യിൽ? അതൊന്നുമില്ല, വരൂ നമുക്ക് ചായ കുടിക്കാം. അല്ല, എന്നാലും അതെന്താണെന്ന് പറ. ചോദിക്കുന്നതിനൊപ്പം അവളുടെ പിന്നിലൂടെ ചെന്നവൻ അത് വാങ്ങാൻ ശ്രമിച്ചു. പിടിവലിക്കിടെ അവളുടെ കയ്യിൽ നിന്നും ഫോട്ടോസ് എല്ലാം കൂടി നിലത്തെ തറയിലേക്ക് വീണു. ഇതെന്താണിത്? കമിഴ്ന്ന് കിടന്ന ഫോട്ടോസ് ഒരെണ്ണം നിവർത്തുന്നതിനിടയിലാണ് അവനത് ചോദിച്ചത്. ഞൊടിയിടയിൽ അവൻ്റെ മുഖം മാറി. ഇതെവിടുന്ന് കിട്ടി? ഉത്തരം പറയാൻ അവൾ ബുദ്ധിമുട്ടുന്നത് കണ്ട് അവൻ വീണ്ടും തുടർന്നു. ഈ ഫോട്ടോസാണോ തൻ്റെ തലവേദനയ്ക്ക് കാരണം? വീണ്ടും മൗനം. അവളുടെ മൗനം അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനൊരു കാര്യം ഉണ്ടായാൽ ആദ്യം ആരോടാണ് പറയേണ്ടത്? അവനെ നോക്കി കണ്ണുതിർച്ച് നിൽക്കുന്നവളെ നോക്കി ഇനിയൊന്നും ഉറച്ചു പറയാനാവാത്തതുപോലെ അവൻ തല പെട്ടിച്ചു. ആൻസർ മീ ചിന്മയി. എന്നോടല്ലേ ആദ്യം പറയേണ്ടത്? അല്ലാതെ ആരെങ്കിലും എന്തേലും പറയുമ്പോൾ അതെല്ലാം. ചിന്മയി ഇത് വിശ്വസിക്കുന്നുണ്ടോ? കാരണം ഞാൻ പിന്നെ എന്തു പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. ഞാനിതൊന്നും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ, അതെ, പെട്ടെന്ന് കണ്ടപ്പോൾ വിശ്വസിച്ചു, അത്ര തന്നെ. അങ്ങനല്ല. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു. ഒരു തവണ പറഞ്ഞുവിടായിരുന്നു എന്നോട്? കാറ്റുപോലെ അവൻ ഡ്രസ്സ് മാറി പുറത്തേക്ക് പോയി. അവൾക്ക് മനസ്സിലായി അവൻ ഹോസ്പിറ്റലിലേക്കാണ് പോയതെന്ന്. അന്നവൻ വരാൻ ഒരുപാട് താമസിച്ചു. ഏകദേശം 10 മണിയോളമായി. വന്നപ്പോൾ അവൻ അവൻ്റെ ഫോൺ അവളുടെ നേർക്ക് നീട്ടി. അതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിലെ CCTV ഫൂട്ടേജ്. അവളത് എടുത്തു നോക്കി. ഒരു പർദ്ദയിട്ട സ്ത്രീയാണ് റിസപ്ഷനിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആളാരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. അന്നേ ദിവസം അവരിരുവരും തമ്മിൽ യാതൊരുവിധ സംസാരങ്ങളും ഉണ്ടായില്ല. ജീവിതത്തിലേറെ സന്തോഷിക്കേണ്ട ഈ സാഹചര്യത്തിൽ കണ്ണീർ വാർക്കേണ്ടി വന്ന ദുരവസ്ഥയോർത്ത് അവൾക്ക് നെഞ്ചു നേറി. തൊട്ടരികിൽ കിടക്കുന്നവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. രാത്രി ഏറെ വൈകിട്ടും ഉറക്കം വരാതെ അവൾ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. പുറത്തെ ഇരുട്ട് കനം വെച്ച് തുടങ്ങിയിരുന്നു. പറമ്പിലെവിടെയോ പാരിജാതം പൂത്ത മണം. ഉറക്കം വരാത്തവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കിടക്കുന്നില്ലേ? വൈഭവായിരുന്നു അത്. ഉറക്കം വരുന്നില്ല. വാ, വന്ന് കിടക്ക്. അവൻ അവളുടെ തോളി പിടിച്ച് മെല്ലെ അവളെ റൂമിലേക്ക് കൊണ്ടുവന്നു. കിടക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ? അവൾ കൂടുതലൊന്നും പറയാതെ നേരെ പോയി ഡ്രോയിൽ നിന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായ കിറ്റെടുത്ത് അവൻ്റെ ഉള്ളംകൈയിലേക്ക് വെച്ച് കൊടുത്തു. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞു. പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ അവരെ തേടിയെത്തി. ഹോസ്പിറ്റലിൽ ഫോട്ടോ കൊണ്ടു കൊടുത്തവരെ കണ്ടുപിടിച്ചെന്നും പറഞ്ഞ്. പക്ഷേ അതിനേക്കാളേറെ അവനെ തളർത്തിയത് ആളാരാണെന്നറിഞ്ഞപ്പോഴാണ്. അതേ ഞെട്ടലിൽ തന്നെയായിരുന്നു ചിന്മയും. പോലീസ് സ്റ്റേഷനിൽ SI ശരത്ചന്ദ്രന് മുൻപിൽ നിൽക്കുമ്പോൾ ചിന്മയുടെ കണ്ണുകൾ ശ്രാവണനെ നോക്കി ദഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അവനിൽ നിന്ന് സത്യങ്ങൾ ഒന്നൊന്നായി പുറത്തറിയുന്നു. അവന് പണ്ട് മുതൽക്കേ ചിന്മയെ ഇഷ്ടമായിരുന്നു. ഇഷ്ടം പറയാൻ ഫൈവും. അവളുടെ പഠിത്തം കഴിഞ്ഞ് അവളൊന്ന് സെറ്റിലായ ശേഷം പറയാമെന്ന് കരുതിയിരുന്നു. അപ്പോഴാണ് അവൾ വൈഫവുമായി പ്രണയത്തിലാകുന്നത്. 6 മാസങ്ങൾക്കിപ്പുറം അവരുടെ സന്തോഷമായ ജീവിതം കണ്ട് ദേഷ്യം തോന്നിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൻ സമ്മതിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ഈ വാർത്ത മേലെടുത്ത് എല്ലാവരും അറിഞ്ഞു. ഒടുക്കും അപ്പച്ചി ചിന്മയുടെ കാല് പിടിക്കാൻ വന്നു, കേസ് പിൻവലിക്കണമെന്ന്. എന്നിട്ടും പിൻവലിക്കുന്നില്ലെന്ന് ഉറച്ചു നിന്നവളെ വൈഫവും കൂടി ചേർത്താണ് പിന്തിരിപ്പിച്ചത്.
അങ്ങനെ ദിവസങ്ങൾ ഓരോന്നും ഓടി മറഞ്ഞു. എല്ലാവരും പുതിയ അതിഥിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അമ്മേ, ബാക്കി കൂടി പറഞ്ഞിട്ട് പോ. അടുക്കളയിൽ നിന്ന് ചിന്മയുടെ ശബ്ദം കേട്ട് അങ്ങോട്ട് ഓടാനായി നിന്ന വൈഭവിൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു നിൽക്കുകയാണ് 8 വയസ്സുകാരി വാസുകി. അച്ഛൻ്റെ അമ്മയുടെ ലവ് സ്റ്റോറി കേട്ട് രസം പിടിച്ചു വരുമായിരുന്ന കക്ഷി. എന്താ ചെമ്മു, എന്താ പറ്റിയത്? നിലത്ത് പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ്സിനടുത്ത് കാലിൽ തറച്ചു കയറിയ ചെറിയ ചീള് ഊരി കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ് ആൾ. ചെറുതായി രക്തം പൊടിയുന്നുണ്ട്. അവനവളെ കയ്യിൽ കോരിയെടുത്ത് സെറ്റിയിൽ കൊണ്ടുവന്നിരുത്തി മെല്ലെ ഡെറ്റോളും കോട്ടനും ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ചിമ്മു, ഈ സദ്യയൊന്നും നമുക്ക് പറ്റിയതല്ലെന്ന്. മുഖം കൂർപ്പിച്ചൊരു നോട്ടമായിരുന്നു അതിൻ്റെ മറുപടി. ഇന്നവരുടെ വിവാഹം കഴിഞ്ഞുള്ള 10ാം വാർഷികമാണ്. 2 പേരുടെയും വീട്ടുകാർ ഗുരുവായൂർ തൊഴാൻ പോയി. അതിൻ്റെ ഭാഗമായി ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കണമെന്ന് വാശിപ്പുറത്ത് അടുക്കളയിൽ കയറിയതാണ് ചിന്മയി. സഹായിക്കാൻ ചെന്ന വൈഭവിനെയും അവൾ ഓടിച്ചു വിട്ടു. എന്നിട്ടത് ഇങ്ങനെയുമായി. നമുക്ക് ഓർഡർ ചെയ്താലോ? അല്പം ചമ്മിയ മുഖത്തോടെയാണ് അവൾ ചോദിക്കുന്നത്. ഇതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. അവനവളെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അപ്പോഴാണ് പുറത്തൊരു കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ടത്. ഡോർ തുറന്ന ചിന്മയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അത് ചാന്ദിനിയും ആൽബിനും അവരുടെ മകൻ ആൽഡ്രിനുമായിരുന്നു. കാരണം ഫാമിലിയായി ദുബായിൽ സെറ്റിലായി അവർ പെട്ടെന്ന് മുൻപിൽ വന്ന ഞെട്ടലിലാണ് ചിന്മയി. ഞങ്ങൾ ഇന്നലെ എത്തി, 1 വീക്കേ ലീവുള്ളൂ, അവർ എല്ലാവരോടുമായി പറഞ്ഞു. വൈഭവിൻ്റെ മുഖത്ത് ഞെട്ടലൊന്നുമില്ല. കാരണം ആൽബിനുമായി വൈഭവിന് നല്ലൊരു സുഹൃത്ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ആൽബിൻ വൈഭവിനെ വിളിച്ചറിയിച്ചിരുന്നു. പിന്നെ അത്യധികം സന്തോഷത്തോടെ അവർ ചാന്ദിനിയും ആൽബിനും കൊണ്ടുവന്ന കേക്ക് മുറിച്ചു. ഹാപ്പി 10th വെഡ്ഡിംഗ് ആനിവേഴ്സറി ഡിയർ വൈഭവ് ആൻഡ് ചിന്മയി എന്ന് അതിലെഴുതിയിരുന്നു. പ്രണയം നിറഞ്ഞു തുളുമ്പിയ 10 വർഷങ്ങൾ. കണ്ണുകളിൽ പ്രണയം നിറച്ചവൾ വൈഭവിനെ നോക്കിയതും മറുപടിയായി അവളുടെ നെറ്റിമേലൊന്ന് ആഞ്ഞു മുത്തിയിരുന്നവൻ. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം. പക്ഷേ അത് നമ്മൾക്കുള്ളതാണെങ്കിൽ അല്പം താമസിച്ചാണേലും നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും. അതിനുദാഹരണമായിരുന്നു ചിന്മയിയും വൈഭവും.